വിശ്വാസം യേശു നൽകും. വിശ്വാസം ഓരോ പടിയിലും. വിശ്വാസം യേശു നൽകും. ഇരുളിലൂടെ വഴി കാണുവാനോ വിശ്വാസം. എവിടെയാണ് വിശ്വാസം ആരംഭിക്കുന്നത്? വിശ്വാസം ആരംഭിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാണ്. ഇനി ഈ ആരംഭിക്കുന്ന വിശ്വാസം എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ എപ്രകാരമാണ് ഈ വിശ്വാസം ആരംഭിക്കുന്നതെന്നുള്ളതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം. ഈ വിശ്വാസം ആരംഭിക്കുമ്പോൾ നമ്മളുടെ സാധാരണയായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം ആരംഭിക്കുമ്പോൾ ആളുകൾ വളരെ ആവേശത്തോടെയാണ് കാണുന്നത്. ഒരു വലിയ വിശ്വാസത്തിൻ്റെ ചൂടെടുത്ത് വെച്ചു, വലിയൊരു വിശ്വാസത്തിലേക്ക് മുന്നേറുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ പല തലങ്ങളുണ്ട്, വിശ്വാസത്തിൻ്റെ പല മേഖലകളുണ്ട്. ഞാൻ ഈ വിശ്വാസ സംബന്ധമായിരിക്കുന്ന ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാനിത് അവതരിപ്പിക്കുമ്പോൾ വളരെ ലഘുവായിട്ടുള്ള ചെറിയ ചെറിയ മെസ്സേജുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം, വിശ്വാസമെന്ന് പറയുന്നത് വെറുതെ കേട്ടുകൊണ്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ല. ഇതിനൊരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് ആവശ്യമുണ്ട്. യേശു കർത്താവാണ് വിശ്വാസത്തിൻ്റെ നായകനെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ് വിശ്വാസം പഠിപ്പിച്ചത് കേവലം തിയറിറ്റിക്കലായിട്ടല്ലായിരുന്നു, കേവലം ഒരു സിദ്ധാന്തം പറയുകയോ കുറേ തിയറി പറയുകയോ ചെയ്യുകയല്ലായിരുന്നു ശിഷ്യന്മാരുടെ അടുക്കൽ. കർത്താവ് 3.5 വർഷം അവരുടെ കൂടെ കൊണ്ട് നടന്ന് വിശ്വാസത്തിന് നല്ലൊരു മെൻറ്റർഷിപ്പ് കർത്താവ് കൊടുക്കുമായിരുന്നു അവർക്ക്. എങ്ങനെയാണ് വിശ്വാസം വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, വിശ്വാസത്തിലെടുക്കേണ്ട ചൂടുകൾ എന്തൊക്കെയാണ്, ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് ഉണ്ടായിരുന്നു ശിഷ്യന്മാർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ വിശ്വാസത്തെ പറ്റിയുള്ള കേവലം കുറേ പ്രസംഗങ്ങൾ പറഞ്ഞ് തീർക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമാണ്. വിശ്വാസത്തിനൊരു പ്രോപ്പർ മെൻറ്റർഷിപ്പായിട്ടൊരു ക്ലാസ് പോലെ എടുത്ത് ഓരോ ബാച്ചുകളാക്കി ഓരോ ക്ലാസ്സുകളെടുത്ത് പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. കേവലം കുറേ മെസ്സേജുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ നിങ്ങൾ ഒരു കോമഡി കേൾക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഥ കേൾക്കുന്ന നല്ലൊരു വലിയ സംഭവം മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്ന പോലെ ചുമ്മാ കേട്ടങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. യു മസ്റ്റ് ഹാവ് എ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓവർ ദ ഫെയ്ത്തിന് അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് ഇതിന് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശ്വാസം എവിടെയാണ് ആരംഭിക്കുന്നത്? വിശ്വാസം ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ മനസ്സിലാണ് വിശ്വാസം ആരംഭിക്കുന്നത്. ഇതെങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഇതാരംഭിക്കുന്നത് നമ്മൾ തുടർച്ചയായി നിരന്തരമായി എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേൾക്കുന്നതും കാണുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി രൂപപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ കേൾക്കണം, എന്ത് കേൾക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ളൊരു അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്ത് വിശ്വസിക്കണം എന്നുള്ളത് നമ്മുടെ മൈൻഡാണ് തീരുമാനിക്കുന്നത്, നമ്മുടെ മനസ്സ് തീരുമാനിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിക്കും എന്ത് വിശ്വസിക്കണം എന്നുള്ളത്. മനസ്സിന് എന്താണ് അങ്ങോട്ട് കിട്ടുന്നത് അത് മനസ്സങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുറേ അപകടം, അനർത്ഥം, ഭയം, ദാരിദ്ര്യം ആണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ മൈൻഡ് അതങ്ങ് വിശ്വസിക്കും. മനസ്സതങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് മനുഷ്യന് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നമുക്കറിയാം ഈ തീവ്രവാദം ചെയ്യുന്ന ആൾക്കാരെങ്ങനെയാണ്, അവർ ചെറുപ്പത്തിലേ മുതലേ ദൈവത്തിന് വേണ്ടി അത് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞ് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ അത് ചെയ്യുന്നവർ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെറുപ്പം മുതൽ ഇവരെ ഇങ്ങനെ ഇതിനു വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്, ഇവരുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം മരണമെന്നൊക്കെ പറയുന്ന അവനൊരു എക്സൈറ്റ്മെൻറ്റായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കൂട്ടായ്മകൾ വേണം, നിങ്ങൾ പരസ്പരം 2 പേരെ കർത്താവ് ഒരുമിച്ച് അയക്കുന്നതിൻ്റെ കാര്യമാണ്. 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയ്ത്ത് പറഞ്ഞുകൊണ്ട് പോകണം, പ്രത്യാശയും വിശ്വാസം പറഞ്ഞുകൊണ്ട് പോകണം, പരസ്പരം വിശ്വാസവും പ്രത്യാശയും കേൾക്കണം. കർത്താവ് പിതാവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിതാവ് മഹത്തരമായ കാര്യങ്ങളാണ് കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ലോകത്തിൽ വേറൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല കർത്താവ്. കർത്താവ് എപ്പോഴും പിതാവിൽ നിന്ന് കേട്ടിട്ട്
തൻ്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവ് പറഞ്ഞതല്ലാതെ അതിനപ്പുറമൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ പിതാവ് പറഞ്ഞതല്ലാതെ ഞാനൊന്നും കേൾക്കുന്നില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ കേൾക്കുന്നെങ്കിൽ എൻ്റെ പിതാവിനെ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ആരെയാണ് കേൾക്കുന്നത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും കേൾക്കുന്ന കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഷാലോ ആയിട്ടുള്ള, വളരെ ടൈം പാസ് ചെയ്യുന്ന കോമഡികളായ, എന്തു പറയുന്നത്, മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ഊഴ്ന്നിറങ്ങി അതിനെ വിസ്തരിച്ച് പറയുന്ന, അവരുടെ ചെയ്തികൾ സോഷ്യൽ സ്റ്റാൻഡേർഡിന് നടക്കാത്ത അവരുടെ ചെയ്തികളെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് പരസ്യമാക്കി വിളമ്പുന്നതൊക്കെ കാണാനും കേൾക്കാനും എന്ത് റീച്ചാണ്, എന്ത് ആൾക്കാരാണ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാണിക്കുന്നത് എന്താണ്? എത്രമാത്രം അധപ്പതിച്ചതാണ് നമ്മുടെ സമൂഹമെന്നല്ലേ അത് കാണിക്കുന്നത്. നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത്. ഈ അളിഞ്ഞ കഥകളും ചീഞ്ഞ കഥകളും രഹസ്യ കഥകളും ഒക്കെ നമ്മൾ എന്തിനു കേൾക്കണം? ദാറ്റ് ഈസ് നോട്ട് അവർ ബിസിനസ്. നമുക്ക് ആ കഥ കേട്ടിട്ട് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ കാണിക്കുന്ന കാട്ടായങ്ങൾ അവൻ്റെ രഹസ്യത്തിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ പരസ്യമായി കേൾക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അതെല്ലാം വിട്ടേച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസം ആരംഭിക്കുന്നത് മനസ്സിലാണ്. മനസ്സിൽ വിശ്വാസം ആരംഭിക്കണമെങ്കിൽ അവളോട്ട് കൊടുക്കുന്നത് മെസ്സേജുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഒരു വലിയ ജീവിതം കർത്താവ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. അത്ഭുതകരമായിരിക്കുന്ന ഒരു അത്ഭുതം ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെ പാഴാക്കി കളയരുത്, അതിനെ നമ്മൾ തകർത്ത് കളയരുത്. അത് പ്രാപിക്കാൻ നമുക്കൊരുമിച്ച് മുന്നേറാം. നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഫെയ്ത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് ഞാൻ ആ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന പേര്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജൂൺ മാസം 15 മുമ്പായിട്ട് ആരംഭിക്കും. ആദ്യത്തെ 15 പേരുടെ ബാച്ചാണ്. താല്പര്യമുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് 15 ദിവസത്തേക്കുള്ള പ്രോഗ്രാം ആയിരിക്കും. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.